കേരളത്തിലെ ബി ജെ പി നേതൃത്വവും തന്ത്രിയെ അറസ്റ്റ് ചെയ്ത നടപടിയെ എതിർക്കുകയും തന്ത്രിക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. എങ്ങനെയാണ് ഇവിടെ കോൺഗ്രസിനും ബി ജെ പിക്കും ഒന്നിക്കാൻ കഴിയുന്നത്? അതാണ് ഈ കേരളത്തിൽ രൂപപ്പെട്ടു വരുന്ന ഒരു സ്ഥിതി. രണ്ടു കൂട്ടർ കൂടി ഒന്നിച്ച് നിലപാടെടുക്കുകയാണ്. എന്താ യഥാർത്ഥം ചെയ്യേണ്ടത്? ഈ ജാമ്യം നിഷേധിച്ച നടപടി ശരിയോ തെറ്റോ? ഇത് നിയമപരമായി പരിശോധിക്കുന്നതിന് വേണ്ടിയുള്ള ആവശ്യം ഉന്നയിക്കല്ലേ വേണ്ടത്? നിയമപരമായി പരിശോധിച്ച് ഇതിന്റെ തെറ്റും ശരിയും പരിശോധിക്കണം. തന്ത്രി ഈ കവർച്ചാ കേസിലൊന്നും തന്ത്രിക്ക് പങ്കില്ലെങ്കിൽ അദ്ദേഹത്തിന്റെ നിരപരാധിത്വം തെളിയിക്കുന്നതിന് വേണ്ടിയുള്ള അവസരം നിയമപരമായി ഈ നാടിന് മുമ്പിലുണ്ട്. അതിന് സഹായകരമായ നിലപാട് സ്വീകരിക്കുന്നതിന് പകരം ഈ കവർച്ചയെ ന്യായീകരിക്കത്തക്ക നിലയിലുള്ള നിലപാട് സ്വീകരിച്ചു. ഞങ്ങൾ പലപ്പോഴും ഉന്നയിച്ചൊരു ചോദ്യമുണ്ട്. ഇതുവരെയും കോൺഗ്രസ് അതിന് ഉത്തരം പറഞ്ഞിട്ടില്ല. ഇവിടെ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധൻ, ഒരാൾ സ്വർണം കവർച്ച ചെയ്ത ആളാണ്, ഒരാൾ സ്വർണം വിറ്റ ആളാണ്. ഈ രണ്ട് പ്രതികളും കേരളത്തിലെ കോൺഗ്രസിന്റെ നേതാക്കളിൽ ഒരാളായ അടൂർ പ്രകാശ്, ആന്റണി, രണ്ടുപേരും എം പിമാരാണ്. ഇവരോടൊപ്പം സോണിയാഗാന്ധിയുടെ അടുത്തെത്തി. അപ്പൊ ഉണ്ണികൃഷ്ണൻ പോറ്റി, ഗോവർദ്ധൻ, അടൂർ പ്രകാശ്, ആന്റണി ഇന്ത്യയിലെ കോൺഗ്രസിന്റെ സമുന്നത നേതാവായിട്ടുള്ള ശ്രീമതി സോണിയാഗാന്ധി, ഇവരെല്ലാം ഒരു ഫ്രെയിമിൽ വന്നു. സോണിയാഗാന്ധി ഇതിൽ ഏതെങ്കിലും ഒരു കുറ്റം ചെയ്തു എന്നൊന്നും ഞങ്ങളിപ്പോൾ ഉന്നയിച്ചിട്ടില്ല. പക്ഷേ ഈ കുറ്റവാളികളോടൊപ്പം, രണ്ട് എം പിമാരോടൊപ്പം ഈ രണ്ട് കുറ്റവാളികൾ എങ്ങനെ സോണിയാഗാന്ധിയുടെ മുമ്പിലെത്തി? ആന്റണി പറഞ്ഞത് ഇത് കർണാടക കോൺഗ്രസിന്റെ സഹായത്തോടു കൂടിയാണ്. ശരിയാണോ? എന്താണ് ഇതിന്റെ വസ്തുത എന്ന് പറയേണ്ടത് കോൺഗ്രസ് അല്ലേ? ഈ കേസ് ഉത്ഭവിച്ചത് മുതൽ ഇവരെല്ലാം ഒന്നിച്ചൊരു ഫ്രെയിമിൽ വന്ന സംഭവങ്ങൾ ഉണ്ടായപ്പോഴെല്ലാം കേരളത്തിൽ ഈ ചോദ്യമുയർന്നു. എങ്ങനെ ഈ കുറ്റവാളികൾ ഇന്ത്യയിലെ തലമുതിർന്ന നേതാക്കളിൽ ഒരാളായ കോൺഗ്രസിന്റെ സമുന്നത നേതാവായ സോണിയാഗാന്ധിയോടൊപ്പം എത്തി? ആർക്കാണ് ഇതിൽ ഉത്തരവാദിത്വം? അവർ പറഞ്ഞോ? അവർ പറയുന്നില്ലല്ലോ. കോൺഗ്രസ് ഈ നിലപാടെന്താണെന്നുള്ളത് കോൺഗ്രസ് വ്യക്തമാക്കുക. ഞാൻ ആവർത്തിക്കുകയാണ്, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വേണ്ടി വീണ്ടും ആവർത്തിക്കുകയാണ്. എങ്ങനെ ഇത് എത്തി? കോൺഗ്രസ് ഇതിന് മറുപടി പറയണം. കോൺഗ്രസ് മറുപടി പറയണം എന്ന് പറയുന്നത് കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് ഇവരെല്ലാം. ഉണ്ണികൃഷ്ണൻ പോറ്റിയും ഗോവർദ്ധനും ഒഴിച്ചുള്ള മറ്റെല്ലാം കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ്. ഒരാൾ UDF കേരളത്തിലെ കൺവീനർ കൂടിയാണ്. ഇതൊരു നിസ്സാര പ്രശ്നമാണോ? കോൺഗ്രസിന് നിസ്സാര പ്രശ്നമായിരിക്കാം. കാരണം നാവെടുത്താൽ കളവ് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പ്രക്രിയയിലാണ് കേരളത്തിലെ പ്രതിപക്ഷ നേതാവ് VD സതീശൻ. അദ്ദേഹം ഈ കേരള രാഷ്ട്രീയത്തിലുള്ള നിരവധി പ്രശ്നങ്ങൾ സാമൂഹ്യനീതിക്കും ഒരു പൊതുപ്രവർത്തകൻ എന്നുള്ള നിലയ്ക്ക് പാലിക്കേണ്ടുന്ന എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ട് കളവ് പറഞ്ഞ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ച് ജനങ്ങളെ തെറ്റായ വഴിയിലൂടെ തിരിച്ചു കൊണ്ടുപോയി വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ വിജയിച്ചു വരാം എന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്.
BJPയും സതീശനും, കേരളത്തിന്റെ ബഹുമാനപ്പെട്ട കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ്, ഒരു ചരടിൽ കോർത്തതുപോലെ പ്രശ്നങ്ങളിൽ നിലപാടെടുക്കുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കെതിരായി നുണപ്രചാര വേല നടത്തുന്നു. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നേതൃത്വത്തിനെതിരായി പ്രത്യേകിച്ച് മുഖ്യമന്ത്രിയെ ഒറ്റതിരിഞ്ഞ് കടന്നാക്രമിക്കാൻ ശ്രമിക്കുന്നു. ഇത്തരം നിലപാടുകളെല്ലാം അവർ തുടരുകയാണ്. അത് ഈ കേരളം കാണുകയാണ്. അത്തരത്തിലുള്ള രാഷ്ട്രീയ നേതൃത്വത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതിന്റെ അപ്പുറത്തുള്ള പ്രശ്നങ്ങളൊന്നും നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുന്നതല്ല എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്.